ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 46 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്ന കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ്. മറ്റുള്ളവരെല്ലാം ഒരുപക്ഷേ നമ്മെ സ്നേഹിക്കാമെന്ന് പറഞ്ഞു വരും, നമ്മളെ സ്നേഹിച്ചവരുമൊക്കെ നമ്മെ വിട്ട് മാറിപ്പോകുമ്പോൾ, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിൽ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നാം തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളോട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ മാറിപ്പോകുമ്പോൾ നമ്മുടെ കർത്താവ് പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. കഷ്ടതയുടെ നടുവിൽ ആരും അടുത്തു വരികയില്ല. നിസ്സാരം നമ്മളൊരു ഫോൺ ചെയ്താൽ പോലും ആരും എടുക്കുകയില്ല. നമ്മളെ തിരസ്കരിക്കുന്നൊരു സമയമാണ് നമ്മുടെ കഷ്ടതയുടെ സമയം. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അതിലേറെ നമുക്കറിയാം, പഴയ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അതുകൊണ്ട് അവന് തക്ക തുണയെ കൊടുത്ത കർത്താവ്. തക്ക തുണ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും നമ്മളോട് കൂടെ ഇരിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് തരുന്നതാണ് തക്ക തുണകൾ. അത് ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ. പക്ഷേ വിഷമം കണ്ട നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടുത്തലിൻ്റെ നടുവിൽ ആ തുണ പക്ഷേ നമ്മളെ വിട്ട് മാറിപ്പോകാമായിരിക്കും, നമ്മളെ വിട്ട് അകന്ന് മാറി നിൽക്കുമായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടുത്തലുകളിൽ അവരൊരുപക്ഷെ നമുക്ക് അകലം പാലിച്ച് നിൽക്കുമായിരിക്കും. പക്ഷെ 46 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. നമുക്കറിയാം, ജീവിതത്തിൽ മനുഷ്യരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ, ഒരുപക്ഷെ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഭയം പ്രാപിക്കുമ്പോൾ, നമ്മൾ ICUയിലോ HDUയിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ഒന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഈ തക്ക തുണയ്ക്ക് കയറി വരുവാൻ ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്, സമയമുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ ഉന്നതാധികാരികൾ ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുവാൻ, ചില നിമിഷങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ 46 സങ്കീർത്തനം നമ്മൾ അടിയുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അപ്പോൾ അടുത്ത തുണയെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാണുകയില്ല. തക്ക തുണയ്ക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്, അവർക്കതിൻ്റെതായ സമയമുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അടുത്ത തുണയായിരിക്കുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും കൂടെ ഇരിക്കും, കൂടെ നടക്കും. നമ്മുടെ മരണം വരെയും മാത്രമല്ല, നിത്യതയിലും നമ്മളോട് കാണുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുക. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ മെസ്സേജ് അനേകർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു.